തലശ്ശേരി എരഞ്ഞോളി ബോംബ് സ്ഫോടനം സഭയിൽ ഉന്നയിച്ചു പ്രതിപക്ഷം. കുടിൽ വ്യവസായം പോലെ ബോംബ് നിർമ്മാണം നടക്കുന്നുവെന്ന് VD സതീശൻ. കുടിൽ വ്യവസായം പോലെ പാർട്ടി ഗ്രാമങ്ങളിൽ ബോംബുണ്ടാക്കിയ ഞാൻ ചോദിക്കട്ടെ, എത്ര നിരപരാധികളാണ് കൊല ചെയ്യപ്പെട്ടത്? എത്ര പാർട്ടിക്കാരാണ് സ്വന്തം പാർട്ടിക്കാരല്ലേ കൊല ചെയ്യപ്പെട്ടത്? സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ നടപടിയെന്ന് മുഖ്യമന്ത്രി. കുറിച്ച് മാത്രമല്ല, എവിടെയെങ്കിലും ബോംബുണ്ടോ, ഇത്തരം ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ, അത് ഗൗരവമായി അന്വേഷിച്ച് നടപടികൾ എടുക്കുന്നതാണ്. പോലീസിന് ആവശ്യമായ നിർദ്ദേശം അക്കാര്യത്തിൽ നൽകിയിട്ടുണ്ട്. അതിൽ മുഖം നോക്കാതെ നടപടി ഉണ്ടാവും. തിരുവനന്തപുരം കുളത്തൂർ മാർക്കറ്റിൽ നിന്ന് നാടൻ ബോംബ് കണ്ടെത്തി. സംസ്ഥാനത്ത് മഴ കനക്കും. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഞായറാഴ്ച അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മോഹൻലാൽ അമ്മ പ്രസിഡന്റായി തുടരും. തെരഞ്ഞെടുപ്പ് എതിരില്ലാതെ. മോഹൻലാൽ പ്രസിഡന്റാകുന്നത് 3ാം തവണ. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ്. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരമർപ്പിച്ച് നിയമസഭ. മരണപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കും. മന്ത്രി വീണ ജോർജിന് കുവൈറ്റിലേക്ക് യാത്രാനുമതി നിഷേധിച്ചതിൽ കേന്ദ്രത്തെ പ്രതിഷേധമറിയിച്ചു കേരളം. പ്രധാനമന്ത്രിക്ക് കത്തയച്ചു മുഖ്യമന്ത്രി. അനുമതി നിഷേധിച്ചത് ശരിയല്ലെന്ന് പ്രതിപക്ഷ നേതാവ്. പതിരങ്കാവ് ഗാർഹിക പീഡന കേസ് ഒത്തുതീർപ്പായെന്ന് ഭർത്താവ് രാഹുൽ. ഹൈക്കോടതി. ഭാര്യയുമായി പ്രശ്നങ്ങളില്ലെന്നും കേസ് റദ്ദാക്കണമെന്നും ആവശ്യം. ഹർജിയിൽ കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി. വന്യജീവി ആക്രമണങ്ങളിൽ സർക്കാരിനെ വിമർശിച്ച് തലശ്ശേരി ആർച്ച് ബിഷപ്പ്. കർഷകരെ ഭീതിയുടെ നിഴലിലാക്കിയെന്ന് മാർ ജോസഫ് പാംബ്ലാനി. വനം മന്ത്രിയോട് പരാതിപ്പെട്ടതെല്ലാം ചെന്നെത്തിയത് ബധിരകർണങ്ങളിൽ. ബിഷപ്പിന്റെ പ്രതികരണം. കണ്ണൂരിൽ കാട്ടാന നശിപ്പിച്ച കൃഷിയിടങ്ങൾ സന്ദർശിച്ച ശേഷം. T20 ലോകകപ്പിൽ സൂപ്പർ 8 മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ പോരാട്ടം അമേരിക്കയും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ. മത്സരം രാത്രി 8 മണിക്ക് ആന്റിഗയിൽ.